Section 1, Form, Class and Function words. So you will get an idea about the concept of form, classes and function words, an explanation of basic grammatical categories here in this section. Discussion on form, classes and function words. A categorization of words should follow certain sound principles. The classification of words into form, classes and function words is based on formal criteria. That is based on form and not meaning of function. As it was mentioned earlier, all the words in a single class do not have all the functions of that class. അപ്പോൾ വാക്കുകൾ ഏത് രീതിയിൽ തരംതിരിക്കണം, അവരുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അവയുടെ അർത്ഥങ്ങൾ, അതിൻ്റെ ഉപയോഗം നോക്കിയിട്ടല്ല നമ്മൾ അതിൻ്റെ രൂപത്തെ നോക്കിയാണ് അതിനെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു തരത്തിലുള്ള വാക്കുകൾ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും. സോ അവിടെ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ദി അഡ്ജക്റ്റീവ് ഇൻ്റലിജൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ആട്രിബ്യൂട്ടീവ്ലി ആൻഡ് പ്രെഡിക്കേറ്റീവ്ലി. അത് രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം അതിനെ. ഇപ്പോൾ ഇൻ്റലിജൻറ്റ് ബോയ് എന്ന് പറയുമ്പോൾ അത് ആട്രിബ്യൂട്ടീവാണ്. ദ ബോയ് ഈസ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുമ്പോൾ പ്രെഡിക്കേറ്റീവാണ്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ, ദി ഇൻ്റലിജൻറ്റ് ബോയ്, കണ്ടോ, ദ ബോയ് ഈസ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുമ്പോൾ പ്രെഡിക്കേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് ബോയ് എന്ന് പറയുമ്പോൾ ആട്രിബ്യൂട്ടീവ് ഫോം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വാക്കുകളെ തരംതിരിക്കുമ്പോൾ നമുക്ക് അത് വിശേഷിപ്പിക്കുന്ന നാമത്തിൻ്റെ അതിൻ്റെതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നു. ആസ് ഇറ്റ് വാസ് മെൻഷൻഡ് ഏർലിയർ, ഓൾ ദ വേർഡ്സ് ഇൻ എ സിംഗിൾ ക്ലാസ് ഡു നോട്ട് ഹാവ് ഓൾ ദ ഫങ്ഷൻസ് ഓഫ് ദാറ്റ് ക്ലാസ്. അതിൻ്റെ എല്ലാ ഫംഗ്ഷനും അതിനുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ മാറും, അതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, so categorization of words should follow certain sound principles. The classification of words into form, classes and function words is based on formal criteria. That is based on form and not meaning or function. Meaning അനുസരിച്ച് ഫംഗ്ഷനോ അല്ല, പക്ഷേ അതിൻ്റെ ഫോമിനനുസരിച്ച്, രൂപത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. But there are adjectives which can be used only predicatively. പക്ഷേ ചില adjectives നമുക്ക് predicatively ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട്. അതേതാ? The boy is alive, not the alive boy. കണ്ടോ, alive boy എന്ന് പറയില്ല ആട്രിബ്യൂട്ടീവ് ആയിട്ട്, പക്ഷേ അത് പ്രെഡിക്കേറ്റീവ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. എങ്ങനെയാ? The boy is alive. Similarly, some adjectives can be used only attributively. ചില adjectives നമുക്ക് ആട്രിബ്യൂട്ടീവായി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതിന് എക്സാമ്പിളാണ് the major reason. And note, the reason was major എന്ന് പറയില്ല, പക്ഷേ the major reason എന്ന് പറയും. അത് ആട്രിബ്യൂട്ടീവായി ഉപയോഗിക്കുന്നതാണ്, ആട്രിബ്യൂട്ടീവ്ലി. ഓക്കെ, so some words belong to more than one class. ഒരു വൺ ക്ലാസ്സിലധികം അത് മെൻഷൻ ചെയ്യുകയാണ്. ഒരു ക്ലാസ്സിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ some words belong to more than one class, ഒരു കാറ്റഗറി. ഫോർ എക്സാമ്പിൾ, ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? സ്റ്റീൽ is strong and steel bridge. We have two uses of steel. സ്റ്റീലിൻ്റെ രണ്ട് ഉപയോഗങ്ങളും അവിടെ വന്നു, രണ്ട് കാറ്റഗറി, രണ്ട് ക്ലാസ്സും അവിടെ വന്നു. ഫസ്റ്റ് ആസ് എ നൗൺ ആൻഡ് ദെൻ ആസ് എ മോഡിഫയർ. ആദ്യം നൗൺ ആയിട്ടും പിന്നെ ഒരു മോഡിഫയർ ആയിട്ടും നമ്മൾ ഉപയോഗിച്ചു. സ്റ്റീൽ ബ്രിഡ്ജ് എന്നുള്ളിടത്തും അതുപോലെ സ്റ്റീൽ ഈസ് സ്ട്രോങ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലും രണ്ട് രീതിയിൽ അതിനെ ഉപയോഗിച്ചു. അപ്പോൾ പിന്നീട് നമുക്ക് പേജ് നമ്പർ 30 വരുമ്പോൾ 13, the three basic notions in the study of grammar are form, function and meaning. അപ്പോൾ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ അതിൻ്റെ ഫോം, ഫങ്ഷൻ, മീനിങ്, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒരിക്കലും മറന്നു പോകരുത്. അതിൻ്റെ ഡയഗ്രമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. സർക്കിളിനകത്ത് ഗ്രാമർ, പിന്നെ ആരോ മാർക്കിട്ട് സെമാൻറ്റിക്, ഫോമൽ, ഫങ്ഷണൽ എന്നൊരു ഭാഗവും തന്നിട്ടുണ്ട്. ഓക്കെ, ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ, ആ ഒരു മൂന്ന് നോഷൻസ് ഉണ്ടല്ലേ, ബേസിക് നോഷൻസ്. അവ നമ്മൾ പഠിക്കണം. ആ മൂന്ന് പ്രധാന തലങ്ങളിൽ നമ്മളതിനെ ഏതൊക്കെ തലങ്ങളിലാണ് കാണേണ്ടത്? ഫോം, ഫങ്ഷൻ, അതുപോലെ മീനിങ്. ഫോമിനെ മീൻ ചെയ്യുന്നത് എന്താ? പ്രയോഗങ്ങളെ ഫോമൽ അല്ലെങ്കിൽ കാറ്റഗറിക്കൽ വാക്കുകളെന്ന് നമുക്ക് വിളിക്കാം. പിന്നെ ഫങ്ഷനെ പറ്റി അതിനകത്ത് പറയുന്നത് അതിൻ്റെ പ്രയോഗങ്ങളെ ഫങ്ഷണൽ ലേബൽസ് എന്ന് നമുക്ക് വിളിക്കാം. അർത്ഥത്തെ പറ്റി പറയുന്ന പ്രയോഗങ്ങളെ നമ്മൾ സെമാൻറ്റിക് ലേബൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മൂന്ന്. അതിൻ്റെ ഡയഗ്രാം അതിനകത്തുണ്ടല്ലോ അല്ലേ? സെമാൻറ്റിക്, ഫോമൽ, ഫങ്ഷണൽ അല്ലേ? അപ്പോൾ മൂന്ന് തലങ്ങൾ പറഞ്ഞു. ഫോമിനെ അർത്ഥമാക്കുന്ന പ്രയോഗങ്ങളെ ഫോമൽ അല്ലെങ്കിൽ കാറ്റഗറിക്കൽ വാക്കുകൾ എന്ന് വിളിക്കാം നമുക്ക്. ഫങ്ഷനെ പറ്റി പറയുന്ന പ്രയോഗങ്ങളെ ഫങ്ഷണലായിട്ടും, ഫങ്ഷനെ പറ്റി പറയുന്നതിന് ഫങ്ഷണലായിട്ടും, അതുപോലെ തന്നെ പിന്നീട്
ലേബൽസ്, ഫങ്ഷണൽ ലേബൽസ് എന്ന് നമ്മൾ വിളിക്കുന്നു. മീനിങ്ങിനെ കുറിച്ച് പറയുന്ന, അർത്ഥത്തെക്കുറിച്ച് പറയുന്ന പ്രയോഗങ്ങളെ സെമാൻറ്റിക് ലേബൽസ് എന്ന് പറയുന്നു. മീനിങ്, സെമാൻറ്റിക് ലേബൽസ്. പിന്നീട് അത്തരം പ്രയോഗങ്ങളെ സെമാൻറ്റിക് ലേബൽസ് എന്നും നമ്മൾ വിളിക്കുന്നു. ഇപ്പോൾ ഓരോ കാറ്റഗറിയും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. The term which refer to the forms are called formal or categorical labels. Those which refer to function are called functional labels. Those which refer to meaning are called semantic labels. Already മലയാളം പറഞ്ഞതാണ്. പിന്നീട് the term form refers to the outer shape of or visible relationship between words or groups of words. ഇപ്പോൾ നമ്മൾ ഫോമിനെ കുറിച്ച് പറയുമ്പോൾ, ഫോം എന്ന് പറയുന്ന സമയത്ത് വാക്കിൻ്റെ രൂപവും അത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ശബ്ദത്തെയുമാണ് കാണിക്കുന്നത്. ദ ടേം ഫോം റെഫേഴ്സ് ടു ദ ഔട്ടർ ഷേപ്പ് ഓഫ് ഓർ വിസിബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ നമുക്ക് ദർശിക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന അത്തരം റിലേഷൻഷിപ്പ്. ഫോം ഈസ് എക്സ്റ്റേണൽ ആൻഡ് ക്യാൻ ബി സീൻ ഓർ ഹേർഡ്. നമുക്ക് കാണുകയോ കേൾക്കുകയോ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോം ഈസ് എക്സ്റ്റേണൽ ആൻഡ് ക്യാൻ ബി സീൻ ഓർ ഹേർഡ്. Thus, the word bank with the same form has different meanings. Bank എന്ന വാക്കിന് അതേ ഫോമിൽ തന്നെ രണ്ടർത്ഥങ്ങളുണ്ട്. such as the bank of a river, ഒരു നദിയുടെ തീരം എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ എ പ്ലേസ് ഫോർ ദ ട്രാൻസാക്ഷൻ ഓഫ് മണി, പണമിടപാട് നടത്തുന്ന സ്ഥലം എന്നർത്ഥം. ആ ബാങ്ക് എന്നർത്ഥവും ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരേ വേർഡ് തന്നെയാണ്. ഇപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഗോ, ഗോസ്, ഗോയിങ്, ഗോൺ ആൻഡ് വെൻറ്റ്, ദി ഇൻറ്റൻറ്റഡ് മീനിങ് ഡിസ്പൈറ്റ് ദ ടൈം ഫാക്ടർ ഈസ് സിമിലർ ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് ഫോംസ്. കണ്ടോ, ഗോ, ഗോസ്, ഗോയിങ്, ഗോൺ എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റൻറ്റ് മീനിങ് അത് തന്നെയാണ്. പക്ഷേ സമയത്തിൻ്റെ ഒരു ഭാഗം എടുക്കുന്ന സമയത്തേക്ക് അത് ഈ സിമിലർ ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ്. വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ്. ഗോ എന്ന് പറയുന്ന പോലെയല്ല വെൻറ്റ് എന്ന് പറയുമ്പോൾ. ഗോ എന്ന് പറഞ്ഞാൽ പോകുക, വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി എന്നായി അല്ലേ. അപ്പോൾ അറ്റ് ദ സെൻറ്റൻസ് ലെവൽ ഓൾസോ ദർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോം ആൻഡ് മീനിങ്. സെൻറ്റൻസ് ലെവലിൽ പറയുമ്പോൾ ഫോമിലും മീനിങ്ങിലും ഡിഫറൻസ് ഉണ്ട്. ജോൺ സോ മേരി, എക്സാമ്പിൾ ജോൺ സോ മേരി. മറ്റൊരു എക്സാമ്പിൾ, ജോൺ താങ്ക്ഡ് മേരി, മേരി വാസ് സീൻ ബൈ ജോൺ. സെൻറ്റൻസ് 1 and 2 ഹാവ് ദ സെയിം ഫോം ബട്ട് ഡിഫറെൻറ്റ് മീനിങ്. ആദ്യത്തെ സെൻറ്റൻസ് ജോൺ സോ മേരിക്കും ജോൺ താങ്ക്ഡ് മേരി എന്നുള്ളതിനും സെയിം ഫോമാണ്, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ആണ് വരുന്നത് അല്ലേ. കൺവേഴ്സ്ലി സെൻറ്റൻസസ് 1 and 3 ഹാവ് ദ സെയിം മീനിങ് ബട്ട് ഡിഫറെൻറ്റ് ഫോംസ്. ഒരേ അർത്ഥമുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഫോമിലാണ് ജോൺ സോ മേരി എന്നും മേരി വാസ് സീൻ ബൈ ജോൺ എന്നും കൊടുത്തിട്ടുള്ളത്. അതായത് ജോൺ സോ മേരി എന്നുള്ളതിൻ്റെ പാസീവ് ഫോമാണ് മേരി വാസ് സീൻ ബൈ ജോൺ എന്നുള്ളത്. കണ്ടോ, അപ്പോൾ ഫോമിൽ മാറ്റം വന്നു. ലാബൽസ് യൂസ്ഡ് ടു റെഫർ ടു സെമാൻറ്റിക് കോൺസെപ്റ്റ്സ്, ദാറ്റ് ഈസ് കൺസെപ്റ്റ് ഓഫ് മീനിങ്. മീനിങ്ങിൻ്റെ അർത്ഥം തന്നെയാണ് സെമാൻറ്റിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ആർ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ലാബൽസ് ഓഫ് ഫോമൽ കോൺസെപ്റ്റ്സ്. ഇതിന് എക്സാമ്പിൾ എങ്ങനെ പറയാം? ഇൻ ദ കേസ് ഓഫ് നമ്പർ, ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ 1 and more than 1 ഈസ് എ മാറ്റർ ഓഫ് മീനിങ്. അത് അർത്ഥത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന 1 എന്നുള്ളത് മോർ ദാൻ 1, വെരാസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഈസ് എ മാറ്റർ ഓഫ് ഫോം. അതും ഫോമിൻ്റെ പ്രശ്നം തന്നെയാണ്, നമ്മൾ സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിംഗുലർ എന്ന് പറഞ്ഞാൽ 1 in നമ്പർ എന്നാണ്. പ്ലൂറലിലേക്ക് വരുമ്പോൾ ഒരു 2 അതിലധികമോ ഉണ്ടെങ്കിൽ പ്ലൂറൽ എന്നും പറയും. ഇവിടെയും അതിൻ്റെ ഫോമിലുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതിൽ ഒരു വേർഡ് ഏത് തരത്തിൽപ്പെടുന്നതാണെന്ന് ഫോമൽ ലാബലിലാണ് കാണിക്കുന്നത്. വാക്കുകൾ തമ്മിലുള്ള ബന്ധം അവ നമുക്ക് കാണിച്ചിരുന്നില്ല. അത് കാണിക്കാനായി ഫങ്ഷൻ ലേബൽ വേറെയുണ്ട്. അപ്പോൾ ഫോമൽ ലേബലിൽ ഏത് തരത്തിലാണെന്ന് കാണിക്കുന്നു, അതുപോലെ അത് തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് ഫങ്ഷൻ ലേബലിലാണ്. അവ കാണിക്കുന്ന ഓരോ വാക്കും മറ്റുള്ള വാക്കുമായി ഒരു വാചകത്തിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾസിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഫോമിനെ സംബന്ധിക്കുന്ന വേർഡ്സ് നമ്മൾ പറഞ്ഞു, ഇൻട്രോഗേറ്റീവ്, ഇംപെരേറ്റീവ്, ഡിക്ലറേറ്റീവ്, ഇതൊക്കെ ഫോമാണ് അല്ലേ. വ്യത്യസ്ത ഫോംസ് ഓഫ് സെൻറ്റൻസസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ വേർഡ്സ് ഇപ്പം ക്വസ്റ്റ്യൻ, റിക്വസ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ടെക്സ്റ്റിലുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ മീനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന അത്തരം ലേബലുകളാണ്. ഒന്ന് മീനിങ്ങിനെയും ഒന്ന് ഫോമിനെയും സൂചിപ്പിക്കുന്നു. കണ്ടോ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. മീനിങ്ങിനെ സൂചിപ്പിക്കുന്നതിന് സെമാൻറ്റിക് എന്നും പറയും, മറ്റതിന് നമ്മൾ അതിൻ്റെ വാക്കിനെ സൂചിപ്പിക്കുന്നത് ഫോം എന്നും പറയും അല്ലേ. അപ്പോൾ ഫോമിന് പ്രാധാന്യം കൊടുത്തിട്ട് വരുന്നത് കൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് അപ്പം അതിൻ്റെ അർത്ഥം കൊടുക്കുന്നത് സെമാൻറ്റിക് ആയിട്ടും വരുന്നത്. അപ്പം ഫോമൽ, സെമാൻറ്റിക്, ഫങ്ഷൻ, ഗ്രാമറിൻ്റെ തലങ്ങൾ അങ്ങനെയാണ് മാറ്റുന്നത്. In spoken utterances, you are going to Bangalore with rising into nation. It is declarative in form but a question in meaning. കണ്ടോ നിങ്ങൾ, you are going to Bangalore,
ഇങ്ങനെ പറയാറില്ലേ? ആക്ച്വലി എന്താ ക്വസ്റ്റൻ ആയിട്ട് പറയേണ്ടത്? ആർ യു ഗോയിങ് ടു ബാംഗ്ലൂർ എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഈ സൗണ്ടിൻ്റെ ഒരു നമ്മുടെ ടോൺ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ടോണിനനുസരിച്ച് നമ്മൾ ഒരു ഡിക്ലറേറ്റീവ് ഫോമിലാണത് എങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ അർത്ഥത്തിലാണ് നമ്മൾ, ഒരു ചോദ്യത്തിൻ്റെ അർത്ഥത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ടു ഇക്വേറ്റ് ഫോമൽ ലാബൽസ് വിത്ത് സെമാൻറ്റിക് ലാബൽസ്. കണ്ടോ? അപ്പോൾ അത് നമ്മൾ ഫോമൽ ലാബൽസുമായിട്ട് സെമാൻറ്റിക് ലാബൽസുമായിട്ട് ഫോമൽ ലാബൽസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അത് ഇൻകറക്റ്റ് ആണ്. കാര്യം അതിൻ്റെ ഫോം മാറ്റമുണ്ടല്ലോ. അതായത് ആക്ച്വലി അത് ഏത് ഫോമിലാണ്? ഡിക്ലറേറ്റീവ് ഫോമിലാണ്. പക്ഷേ നമ്മളത് ക്വസ്റ്റ്യൻ രൂപയുടെയാണ് ചോദിക്കുന്നത്. കണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ചോദ്യമായിട്ട് വരുമ്പോൾ ആ ഒരു രീതിയിൽ അത് തെറ്റാണെന്നർത്ഥം. ഇറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ് ഇൻ സ്പോക്കൺ ലാംഗ്വേജ്. ഓക്കെ. പിന്നീട് ദ ഫോമൽ ലാബൽസ് ടെൽ us വാട്ട് കൈൻഡ് ഓഫ് വേർഡ് ഈച്ച് ഈസ്. ഓരോ വാക്കും ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് ഫോമൽ ലാബൽസ് കാണിച്ചു തരുന്നു. ഓക്കെ. ഫോമൽ. They do not tell us the relationship between the words as such. നേരത്തെ പറഞ്ഞു. To show this, we gave the words function labels. അതിനാണ് നമുക്ക് ഫംഗ്ഷൻ ലാബൽസ് കൊടുത്തിട്ടുള്ളത്. Labels that tell us the relationship of each word to others around them. അപ്പോൾ അത്തരത്തിലുള്ള ഫംഗ്ഷൻ ലാബൽസ് നമുക്ക് എന്ത് കാണിച്ചു തരുന്നു? Tell us the relationship of each word. ഓരോ വാക്കിൻ്റെയും മറ്റൊരു വാക്കുമായിട്ട് അതിൻ്റെ ബന്ധത്തെ നമുക്ക് കാണിച്ചു തരുന്നു. Grammatical categories should be distinguished from grammatical functions. അപ്പോൾ ഗ്രാമറ്റിക്കൽ ഫങ്ഷൻസിൽ നിന്ന് അതെന്തായിരിക്കണം? ഡിസ്റ്റിങ്ഷ്ഡ് ആയിരിക്കണം. ടേംസ് ലൈക്ക് നൗൺ, വേർബ്, അഡ്ജക്റ്റീവ് എറ്റ്സെട്ര ആർ ഫോമൽ ലാബൽസ്. ഇതെല്ലാം ഫോമൽ ലാബൽസാണ്. നൗണ്, അതുപോലെ വേർബ്, അഡ്ജക്റ്റീവ്. ബിക്കോസ് ദേ ഇൻഡിക്കേറ്റ് ദ ക്ലാസ് ഓർ കാറ്റഗറി ടു വിച്ച് ദേ ബിലോങ്. അത് ഏത് കാറ്റഗറിയിലേക്കാണ് മാറുന്നത് അതിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എറ്റ്സെട്ര ഇതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? ഫങ്ഷൻ ലാബൽസാണ്. ഇതൊക്കെ ഫങ്ഷൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് ഒക്കെ ഫങ്ഷണൽ ലാബൽസും അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊപ്പോസിഷൻസ്, അതുപോലെ അഡ്ജക്റ്റീവ്സ്, നൗൺസ്, വേർബ്സ് ഇതെല്ലാം ഫോമൽ ലാബൽസുമാണ്. വിച്ച് ഇൻഡിക്കേറ്റ് ദ റോൾ ഓഫ് ഫങ്ഷൻ ഓഫ് ദ ടേം ഇൻ എ കൺസ്ട്രക്ഷൻ. അപ്പോൾ അത് അതിൻ്റെ ടേമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ റോൾ അതല്ലെങ്കിൽ ഫങ്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഇൻ എ സെൻറ്റൻസ്, മനു ഈസ് ക്ലവർ. മനു ഈസ് ക്ലവർ എന്നൊരു സെൻറ്റൻസ്. മനു ഈസ് ദ സബ്ജക്റ്റ്. ഇൻ ഐ സോ മനു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്, മനു ഈസ് ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. കണ്ടോ? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഐ സോ മനു. ഇൻ ഐ ഗേവ് മനു എ ബുക്ക് എന്ന് പറയുന്നിടത്ത് മനു ഈസ് ദ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അവിടെ നേരത്തെ ഡയറക്റ്റ് ആയിരുന്ന മനു ഇപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയി. എന്താ കാര്യം? എ ബുക്ക് എന്നുള്ള ഒബ്ജക്റ്റ് അതിലേക്ക് കൂടി. ദസ് മനു റെഫേർഡ് ടു ആസ് എ നെയിം ഓഫ് എ പേഴ്സൺ. ഒരാളുടെ പേരാണല്ലോ അത്. സ്പെസിഫൈസ്. എന്താ അത് പ്രത്യേകിച്ച് കാണിക്കുന്നത്? മീനിങ്, ഒരു പ്രത്യേക അർത്ഥം കാണിക്കുന്നു അല്ലേ? മനു ആസ് എ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ്. ആദ്യം സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായി, സ്പെസിഫൈസ് ഇറ്റ്സ് ഫംഗ്ഷൻ ആൻഡ് മനു റെഫേർഡ് ടു ആസ് എ നൗൺ. നൗൺ എന്നുള്ള രീതിയിലും അത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് സ്പെസിഫൈസ് ഇറ്റ്സ് ഫോം. അതിൻ്റെ ഫോം സ്പെസിഫൈ ചെയ്ത് തരുന്നു. ഇൻ ട്രഡീഷണൽ ഗ്രാമർ, ദ കോൺസെപ്റ്റ് ഓഫ് ഫോം ആൻഡ് ഫംഗ്ഷൻ വർ മിക്സ്ഡ് ആൻഡ് ഫോമൽ ലാബൽസ് വർ ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് മീനിങ്. സോ നമ്മുടെ ആർക്കേക്ക് യൂസ് അതുപോലെ തന്നെ ട്രഡീഷണൽ ഗ്രാമറിനകത്തൊക്കെ ഈ ഫോമിൻ്റെയും ഫംഗ്ഷൻ്റെയും കോൺസെപ്റ്റ്സ് മിക്സ് ചെയ്തിട്ടാണ് വന്നിരുന്നത്. സോ ദേ ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് മീനിങ്. അതിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു രീതിയിലാണ് അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിരുന്നത്. മോഡേൺ ഗ്രാമറിയൻസ് ട്രൈഡ് ടു എസ്റ്റാബ്ലിഷ് വേർഡ് ക്ലാസസ്. നമ്മുടെ പ്രസൻറ്റ് ഗ്രാമറിനകത്താണ്, പ്രസൻറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഗ്രാമറിനകത്താണ് അവിടെ ഗ്രാമറിയൻസ് they tried to establish word classes establish ചെയ്യാൻ ശ്രമിക്കും. As indicated at the beginning, by grouping words on the basis of the inflectional and derivational affixes they take. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ കൊടുത്തുകൊണ്ട് അവരതിനെ കാണിക്കുന്നു, ഗ്രൂപ്പ് ചെയ്ത് കാണിക്കുന്നു. ദാറ്റ് ഈസ് ദിയർ മോർഫോളജിക്കൽ ഫോംസ് ബൈ ട്രൈങ് ടു ഐഡൻറ്റിഫൈ ദിയർ പൊസിഷൻ ഇൻ എ സെൻറ്റൻസ്. ദാറ്റ് ഈസ് ദിയർ സിൻടാക്റ്റിക് ഫംഗ്ഷൻ ആൻഡ് ബൈ അനലൈസിങ് ദിയർ സ്ട്രെസ്, ഇൻറ്റനേഷൻ എറ്റ്സെട്ര. ദാറ്റ് ഈസ് ദിയർ ഫോണോളജിക്കൽ ഫോംസ് ഇൻ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. വ്യത്യസ്ത രീതിയിൽ വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും അത് പ്രത്യേകം മനസ്സിലാക്കാൻ വ്യത്യസ്തമായിട്ടുള്ള ലാബൽസ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നു. ഇൻ ജനറൽ we can say that nouns, verbs, adjectives and adverbs belong to form classes. അപ്പോൾ ഫോം ക്ലാസ്സിൽ ഏതൊക്കെ നമുക്ക് പെടുത്താം? ഇപ്പം നൗൺസ് ആണെങ്കിലും വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഒക്കെ ഫോം ക്ലാസ്സിൽ കൊണ്ടുവരാം. ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ്, ദിസ്, ദാറ്റ്, ദോസ് എന്നൊക്കെ ഉള്ളത്. അതുപോലെ പ്രിപ്പോസിഷൻസ്, ഇൻ, ഓൺ ഇതുപോലെയുള്ള വാക്കുകൾ, ഓക്സിലറീസ്, കൺജങ്ഷൻസ് ബിലോങ് ടു ഫംഗ്ഷൻ വേർഡ്സ്. അതൊക്കെ ഫംഗ്ഷൻ വേർഡ്സ് ആണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള വാക്കുകൾ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എന്താ അത് ക്ലാസ് അനുസരിച്ച് ഇത്തരം കാര്യങ്ങളാണ്.
Articles, demonstratives, prepositions, auxiliary, conjunctions, function words ആണ്. The major difference between the form and class and the function words are given below. താഴെ തന്നിരിക്കുന്നു ഫോം ക്ലാസ്സും അതുപോലെ ഫംഗ്ഷൻ വേർഡ്സും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ താഴെ ആ ഒരു എക്സാമ്പിളിനകത്ത് കാണിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 14 കാണാം. നമുക്കതിൻ്റെ ഡിഫറൻസസ് ഒന്ന് മനസ്സിലാക്കാം. മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോം ക്ലാസ് ആൻഡ് ഫംഗ്ഷൻ വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഫോം ക്ലാസ്സിന് എക്സാമ്പിൾ നമ്മൾ ഏതാ നേരത്തെ പറഞ്ഞത്? ഫോം ക്ലാസ്സിന് എക്സാമ്പിൾ, അതായത് വേർഡ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ് പോലെയുള്ളത്. ഓക്കെ, പിന്നീട് ഫംഗ്ഷൻ വേർഡ്സിലേക്ക് വന്നപ്പോൾ ഏതൊക്കെയാണ്? അവിടെ ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ്, പ്രൊപ്പോസിഷൻ, ഓക്സിലറി, കൺജങ്ഷൻസ്, ഇങ്ങനെയുള്ളതൊക്കെ ഫംഗ്ഷൻ വേർഡ്സ് ആണെന്ന് പറഞ്ഞു. ഫോം ക്ലാസ്സിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ ദേ ഹാവ് റീസണബിളി ക്ലിയർ ലെക്സിക്കൽ മീനിങ്. കൃത്യമായ അർത്ഥമുണ്ട് അതിന്. നമുക്ക് ശരിക്കും അതിന് എന്ത് ചെയ്യാം? അതിന് ലെക്സിക്കൽ മീനിങ് കൊടുക്കാം, വ്യക്തമായിട്ടുള്ള അർത്ഥം അതിന് കൊടുക്കാം. Then new words are added to the form class, hence it is an open set. പുതിയ വാക്കുകൾ നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ന്യൂ വേർഡ്സ് ആർ ആഡഡ്, കൊണ്ടുവരുന്നതാണ്. They are added to the form class, hence it is an open set. അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓപ്പൺ സെറ്റ് എന്ന്. ഓക്കെ, then number 3, they have each complete set of inflected forms, hence അതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് പാരാഡിഗ്മാറ്റിക് എന്ന് വിളിക്കും. പാരാഡിഗ്മാറ്റിക് എന്ന് നമ്മളതിനെ വിളിക്കും. വാക്കിൻ്റെ അവസാനത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ദേ ഹാവ് ഈച്ച് കംപ്ലീറ്റ് സെറ്റ് ഇൻഫ്ലെക്റ്റഡ് ഫോംസ്. മറ്റുള്ള ഭാഷകളിലേക്ക് നമുക്കതിനെ എന്ത് ചെയ്യാം? ദേ ക്യാൻ ഫോം മിനിമം ഫ്രീ അട്രൻസസ്. വെറുതെ നമുക്ക് ചെറിയ വാക്കുള്ളത് പറഞ്ഞുകൊണ്ട് ഫോം ചെയ്യാം. ദേ ക്യാൻ ഫോം മിനിമം ഫ്രീ അട്രൻസസ് ഉള്ള. Then a translation is possible for individual items. ഇൻഡിവിജ്വൽ ഐറ്റംസിന് നമുക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻസ് സാധ്യമാണ്. മറ്റുള്ള ഭാഷയിലേക്ക് നമുക്ക് എളുപ്പം മാറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത്തരം വാക്കുകൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞതിൽ ദേ ഹാവ് റീസണബിളി ക്ലിയർ ലെക്സിക്കൽ മീനിങ്, ന്യൂ വേർഡ്സ് ആർ ആഡഡ് ടു ദ ഫോം ക്ലാസ്, ഹെൻസ് ഇറ്റ് ഈസ് എൻ ഓപ്പൺ സെറ്റ്. അതുപോലെ ദേ ഹാവ് ഈച്ച് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻഫ്ലെക്റ്റഡ് ഫോംസ്. അതിനെയാണ് നമ്മൾ പാരാഡിഗ്മാറ്റിക്. അത് നമ്മളെങ്ങനെയാണ് എക്സാമ്പിൾ പറയുന്നത്? ബോയ്, ബോയ്സ്. അതുപോലെ തന്നെ ബോയ്സിന് അപ്പോസ്ട്രോഫി എസ് ഇട്ടുകൊണ്ട് കാണിക്കാം. ഗോ, ഗോസ്. പിന്നെ വെൻറ്റ്, ഗോയിങ്, ഗോൺ. ഒരേ അർത്ഥത്തിൽ വരുന്നത്, പക്ഷെ അതിനൊക്കെ അതിൻ്റെ സമയത്തിനനുസരിച്ച് ടൈമിനനുസരിച്ച് നമ്മളതിനെ എന്ത് ചെയ്യും? വ്യത്യസ്ത കാലങ്ങളിലേക്ക് അതിൻ്റെ അർത്ഥം ചെയ്യും. അതുപോലെ വർക്ക്, വർക്ക്സ്, വർക്കിംഗ്, വർക്ക്ഡ്. ഹൈ, ഹയർ, ഹയസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് പോലെയുള്ള വാക്കുകൾ. ഇതിനെയാണ് നമ്മൾ പാരാഡിഗ്മാറ്റിക് എന്ന് പറയുന്നത്. ദേ ഹാവ് ഈച്ച് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻഫ്ലെക്റ്റഡ് ഫോംസ് ഉണ്ട്. ഇപ്പോൾ ബോയ്, ബോയ്സ്, ബോയ്സ് എന്ന് പറയുന്ന ഫോം, ഗോ, ഗോസ് അത്തരത്തിലുള്ള ഫോം, ഗോയിങ്. അതുപോലെ വർക്ക്, വർക്ക്സ്, വർക്കിംഗ്, വർക്ക്ഡ് പോലെയുള്ള ഫോം. ഹൈ, ഹയർ, ഹയസ്റ്റ് ഏതെല്ലാം നമ്മൾ പറയുന്ന അഡ്ജക്റ്റീവിലുള്ള അങ്ങനെ ഒരു ഫോം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലെക്റ്റഡ് ഫോംസ് ഉള്ള ആ ഒരു തരമായിരിക്കും ഇത്തരം വാക്കുകൾ. ഓക്കെ, ഫോം ക്ലാസ്സസ്. ഇനി നമുക്ക് ഫംഗ്ഷൻ വേർഡ്സിലേക്ക് ഒന്ന് പോവാം. ഫംഗ്ഷൻ വേർഡ്സ് ദേ ഡു നോട്ട് ഹാവ് ലെക്സിക്കൽ മീനിങ്. അവയ്ക്ക് സ്വന്തമായിട്ട് അതിൻ്റേതായിട്ട് ആ വേർഡിനൊരർത്ഥം ഇല്ല. അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വന്തമായിട്ടൊരു അർത്ഥം കൊടുക്കാൻ പറ്റില്ല. ദേ ആർ എ ക്ലോസ്ഡ് സെറ്റ്. അതൊരു ക്ലോസ്ഡ് സെറ്റ് ആണ്. ദാറ്റ് മീൻസ് നോ ന്യൂ വേർഡ്സ് ക്യാൻ ബി ആഡഡ്. അതിൻ്റെ കൂടെ പുതിയ വാക്കുകൾ ചേർക്കാൻ പറ്റില്ല. ദേ ഡു നോട്ട് ടേക്ക് ഇൻഫ്ലെക്ഷണൽ ഓർ ഡെറിവേഷണൽ അഫിക്സസ്. അവയ്ക്ക് നമുക്ക് അഫിക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. സഫിക്സ് അതല്ലെങ്കിൽ അഫിക്സുകൾ, ഇവിടെ ഇൻഫ്ലെക്ഷണൽ അഫിക്സുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. വാക്കിൻ്റെ അത്തരം ഉപയോഗത്തിൽ മാറ്റം വരുന്നില്ലെന്ന് അർത്ഥം. നോ ഫുൾ സെൻറ്റൻസ് പോസിബിൾ. No full sentence is possible. That is, they cannot make a full sentence by themselves. അത് സ്വയം ആ വാക്കുകൾ നിൽക്കുന്നത് കൊണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് മുഴുവനായിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാനും പറ്റില്ല. പിന്നെ വേറെ ഒരു ഡിഫറൻസ് എന്താ പറയുന്നത്? ട്രാൻസ്ലേഷൻ ഈസ് ഡിഫിക്കൾട്ട് വിത്ത് ഫങ്ഷൻ വേർഡ്സ്. ട്രാൻസ്ലേഷൻ ഡിഫിക്കൽട്ട് ആണ്. ഫങ്ഷണൽ വേർഡ്സ് കൊണ്ട് നമുക്ക് മൊഴി മാറ്റാൻ അത് അല്പം പ്രയാസമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ പ്രത്യേകം അർത്ഥമില്ലാത്തതും മൊഴി മാറ്റാൻ ബുദ്ധിമുട്ടുള്ളതും മാറ്റം വരാത്തതും പുതിയ വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടാത്തതും സ്വന്തമായിട്ട് അർത്ഥം കൊടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള അത്തരം വാക്കുകൾ ഏതിലേക്ക് വന്നു? ഫങ്ഷൻ വേർഡ്സിലേക്ക് വന്നു. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. Fundamental explanation of grammatical categories. In traditional grammatical terminology, these are known as parts of speech. ഇതിനെയാണ് നമ്മൾ parts of speech എന്ന് വിളിക്കുന്നത്. Okay, fundamental explanation of grammatical categories. A few useful working definitions
pop up as soon as the question word is raised. For example, a noun is a naming word, a verb is a doing word, an adverb adds to the meaning of a verb, a conjunction is a joining word, a pronoun stands in for a noun, and so on. In the next section, a detailed analysis will be given. This is only to introduce, in general terms, what each grammatical term traditionally stands for. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഗ്രാമറ്റിക്കൽ കാറ്റഗറി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വാക്കുകൾ നമ്മൾ പറഞ്ഞതുപോലെ ദേ ആർ 8 in numbers അല്ലേ. അപ്പോൾ അതിലാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് ആർ 8 in numbers. അവയെ നമ്മൾ പല പേരുകൾ വിളിക്കുന്നു. സോ നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ, ഇന്റർജെക്ഷൻ എന്നുള്ള പേരുകൾ നമ്മൾ അതിനകത്ത് ചേർക്കും. അപ്പോൾ അതിന് ഡിഫറൻസസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോന്നും പഠിക്കണം. ഇപ്പം നൗൺ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ നെയിമിംഗ് വേർഡ്, റൈറ്റ്. സോ അങ്ങനെ ഓരോന്നും നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇപ്പം വേർബിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് എക്സ്പ്രസ്സസ് എൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് അതിനകത്ത് കൂട്ടിച്ചേർക്കാം. സോ പ്രൊനൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ് ഇതൊക്കെ നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. സോ let us explain it in detail. Noun is a name word. It is name of a person, place, thing, or idea. I believe nouns are often preceded by articles, etc. can be mentioned. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ പേരുകളോ വസ്തുവിൻ്റെ പേരുകളോ വെച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്ത സെൻറ്റൻസുകൾ എഴുതി നൗണിനെ അതിൽ കാണിക്കാം. ഓക്കെ, വ്യക്തിയുടെ പേര്, സ്ഥലത്തിൻ്റെ, സാധനത്തിൻ്റെ, ആശയങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയ്ക്കൊക്കെ നമുക്ക് എന്ത് പറയും? നൗൺസ് എന്ന് പറയാം. ഓക്കെ, then pronounന്റെ കാര്യം പറയുമ്പോൾ എന്താ? pronoun takes the place of noun or it's also a word which is used instead of a noun. അതിനെയാണ് നമ്മൾ pronoun എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെയും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസസ് അവിടെ കാണിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, they also answer the question who or what. ആര് അതല്ലെങ്കിൽ എന്ത് എന്നുള്ളതിന് ഉത്തരം നൽകുന്നതായിരിക്കും. they are only a limited number of pronouns in English. അപ്പോൾ അത്തരം പ്രൊനൗൺസുകൾ നമുക്ക് പറയാം. ഇപ്പം നമ്പർ, സിംഗുലർ, പ്ലൂറൽ, അത് നമുക്ക് എങ്ങനെയാണ്? പേഴ്സണൽ പ്രൊനൗൺസ് ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, അതിൻ്റെ പ്ലൂറലാണ് വി എന്നുള്ളത്. അതുപോലെ യു സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, പിന്നെ തേർഡ് പേഴ്സണിൽ ഹി ഷീ ഇറ്റ് ആണ്, അതിൻ്റെ പ്ലൂറൽ ദേ ആണ്. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺസ് ഉണ്ട്, അതുപോലെ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ഉണ്ട്. ഹൂ, വാട്ട്, വിച്ച്, എറ്റ്സെട്ര, ഇതിനൊക്കെ നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് എന്നാ പറയുക. പിന്നെ റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്. ഏതാ റിലേറ്റീവ് പ്രൊനൗൺ? ദാറ്റ്, വിച്ച്, ഹൂം, ഹൂ, അതുപോലെ തന്നെ ഹൂസ്, ഇതൊക്കെ റിലേറ്റീവ് പ്രൊനൗണാണ്. മറ്റുള്ള സെൻറ്റൻസുകളെ റിലേറ്റ് ചെയ്യാനായിട്ട്, കണക്ട് ചെയ്യാൻ, സെൻറ്റൻസുകളെയോ ഫ്രേസുകളെയൊക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഡിമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ഉണ്ട്. അതായത് നമ്മളൊരു പ്രത്യേക കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ദീസ്, ദാറ്റ്, ദീസ്, ദോസ് പോലെയുള്ള വാക്കുകളൊക്കെ നമുക്ക് ഡിമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രൊനൗൺസ്, അതുപോലെ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്, ഇൻഡിഫിനിറ്റ് പ്രൊനൗൺസ് ഉണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത ചില പ്രൊനൗൺസ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്നാ പറയുക. എനിബഡി, സം വൺ, ഈച്ച്, എവ്രി വൺ, എറ്റ്സെട്ര പോലെയുള്ള വാക്കുകൾ. ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. So now let's understand adjective. Adjectives describe nouns and pronouns. Adjectives answer the question what, kind, how many, whose, which one. They function as modifiers, change agents in the sentence, and can be labeled on all three levels. സോ വേർഡ് ലെവൽ, അഡ്ജക്റ്റീവ്, നമുക്ക് പ്രത്യേകിച്ചത് ശ്രദ്ധിക്കാം. ഈ ഇത്തരം കാര്യങ്ങൾ ഇപ്പം നാമവിശേഷണം എന്നാണ് നമ്മൾ അഡ്ജക്റ്റീവിന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഏത് തരം, എത്ര, ആരുടെ, ഏത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുന്ന ചില വാക്കുകളായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും 3 ലെവലിൽ അവരെ ഉപയോഗം നമുക്ക് പറയാം. വേർഡ് ലെവലിൽ, അതുപോലെ ഫ്രേസ് ലെവലിൽ, അതുപോലെ ക്ലോസ് ലെവലിൽ. അപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ വേർഡ് ലെവലിൽ തോമസ് പുൾഡ് ദ ബ്ലാക്ക് വാഗൺ ഡൗൺ ദ സ്ട്രീറ്റ്. ഇവിടെ വാട്ട് കൈൻഡ് ഓഫ് വാഗൺ എന്നാണ്. ഏത് തരത്തിലുള്ള വാഗനാണ്? അപ്പോൾ നമ്മൾ ബ്ലാക്ക് വാഗൻ എന്ന് പറയും. അപ്പോൾ ആ ബ്ലാക്ക് എന്നുള്ളത് വാട്ട് കൈൻഡ് ഓഫ് വാഗൻ എന്നുള്ളതിന് ആ വോട്ട് വെച്ച് ചോദിക്കുന്നതിന് നമുക്കൊരു ആൻസർ കിട്ടി. പിന്നെ ഫ്രേസ് ലെവലിൽ വരുമ്പോൾ എ മാൻ വിത്ത് എ ഹഞ്ച് ബാക്ക് കെയിം ഇൻ ടു ദ റൂം. വിച്ച് മാൻ, ഏത് മനുഷ്യൻ, ആ ഏത് എന്നുള്ളതിന് ഉത്തരം കിട്ടി. എ മാൻ എ ഹഞ്ച് ബാക്ക് അല്ലേ, വിത്ത് എ ഹഞ്ച് ബാക്ക്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ദെൻ അത് ഫ്രേസൽ ലെവലാണ്, ഒരു ഫ്രേസ് ആയിട്ടാണ് വന്നത്. നേരത്തെ ഒരു വേർഡ് ആയിട്ടാണ് വന്നത്, വേർഡ് ലെവൽ. ഇപ്പോൾ ഫ്രേസ് ലെവലായി. ഇനി ഒരു ക്ലോസ് ലെവലിൽ കുറച്ചധികം വാക്കുകളുള്ള എന്നാൽ അതിനകത്തൊരു വെർബും വരുന്ന രീതിയിൽ അത് പറയുന്നു. ഓൾ സ്റ്റുഡൻസ് ഹൂസ് ബൈക്സ് ആർ ഇല്ലീഗലി പാർക്ക്ഡ് വിൽ ബി booked. അപ്പോൾ വിച്ച് സ്റ്റുഡൻസ് ഉള്ളതിന് ആൻസർ കിട്ടി. ഹൂസ് ബൈക്സ് ആർ ഇല്ലീഗലി പാർക്ക്ഡ്. അപ്പോൾ അവിടെ അതൊരു ക്ലോസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ക്ലോസ് മുഴുവനും നമുക്ക് അഡ്ജക്റ്റീവ് ഫോമിലേക്ക് മാറ്റാം. അതായത് ആ അഡ്ജക്റ്റീവ്, ആ ക്ലോസിനെ നമുക്ക് അഡ്ജക്റ്റീവൽ ഫോം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ വിത്ത് എ ഹഞ്ച് ബാക്കിന് നമുക്ക്
ആഡ്ജക്റ്റീവ് ഫോമായിട്ട് വിളിക്കാം. അതുപോലെ തന്നെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു വേർഡാണ് ഒരൊറ്റ വാക്കുകൊണ്ട് മാത്രം കാണിക്കുന്നതിനെ നമുക്ക് വേർഡ് ലെവൽ എന്ന് വിളിക്കാം. അപ്പോൾ വേർഡ് ലെവൽ, ഫ്രേസ് ലെവൽ, ക്ലോസ് ലെവൽ മറക്കരുത് അത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മിക്ക ആളുകൾക്കും സംശയമുള്ളത് അല്ലെങ്കിൽ അറിയാതെ വിട്ടുപോകുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ ദ, എ, ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടല്ലോ, എ, ആൻ, ദ എന്നുള്ളത് ആ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് തന്നെയാണ്. നമുക്ക് ചില പ്രത്യേക സമയങ്ങൾ അതിനെ അഡ്ജക്റ്റീവ്സിൻ്റെ ഗണത്തിലേക്ക് കൊടുക്കും. ഇറ്റ് ഈസ് ഓപ്ഷണൽ ടു ലാബൽ ദ ആർട്ടിക്കിൾസ് വെൻ വൺ ഈസ് ലുക്കിംഗ് ഫോർ അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിന് നോക്കുന്ന സമയത്തേക്ക് നമുക്ക് അത് മാറ്റപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം എക്സാമ്പിൾസും അതിനകത്ത് വരുന്നുണ്ട്. ആർട്ടിക്കിളിൻ്റെ കൂട്ടത്തിലേക്ക് അഡ്ജക്റ്റീവ്സ് ആയി കണക്കാക്കപ്പെടുന്ന ആർട്ടിക്കിൾ തന്നെയാണ് ദ, അതുപോലെ എ, ആൻ എന്നുള്ള അത്തരം ആർട്ടിക്കിൾസ്. മനസ്സിലായല്ലോ? Okay, now let's discuss verb. What's verb? Verb is a word which expresses an action or a state. വളരെ സിമ്പിളായിട്ട് നമുക്കത് പറയാം. ഒരു പ്രവർത്തനത്തെയോ അതല്ലെങ്കിൽ ഒരവസ്ഥയോ കാണിക്കുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്, വെർബ് എന്ന് വിളിക്കുന്നത്. Verbs show physical or mental action of the subject. They may also reflect the state of being that is the subject just is. The complete verb, along with its complements and modifiers, functions as the predicate in a sentence. Verbs answer the questions what is happening, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന് ഉത്തരം പറയുന്നു. What has happened, എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ആൻസർ പറയുന്നു. What will happen, എന്ത് സംഭവിക്കും എന്നുള്ളതിനും വേർബുകൾ ഉത്തരം പറയുന്നു. So verbs are labeled primarily on the word level, although many times verbs have compound parts, two word verbs or helpers. Two word verbs എന്നും അതല്ലെങ്കിൽ verbs എന്നും അതല്ലെങ്കിൽ helpers എന്നും വിളിക്കുന്നു. Any word that functions as action in a sentence is labeled as a verb. ആക്ഷൻ വേർഡായിട്ട് വരുമ്പോൾ അതിനെ നമുക്ക് വേർബായിട്ട് വിളിക്കുന്നു. Verbs are the parts that show time change. അതിനെ ടെൻസ് എന്ന് വിളിക്കുന്നു. സമയത്തിനനുസരിച്ച് വെർബ് മാറുന്നെങ്കിൽ നമ്മളതിനെ ടെൻസ് ആയിട്ട് കണക്കാക്കുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയെ കാണിക്കുന്നു. എക്സാമ്പിൾ ഓഫ് വേർബ്സ്: മേരി വിൽ ഗോ വിത്ത് ഹിം. ആ വിൽ ഗോ എന്നുള്ള പാർട്ട് നമുക്ക് വെർബ് എന്ന് വിളിക്കാം. വില്ല് ഓക്സിലറി ആണെന്ന് അറിയാം, ഗോ എന്നുള്ളതാണ് മെയിൻ വെർബായിട്ടും വരുന്നത്. The baby has been crying for 2 hours. അപ്പോൾ പൊതുവായിട്ട് നമുക്ക് ഗ്രാമറിൽ ഇവിടെ ഈ സെൻറ്റൻസിൽ ഏതാ വെർബ് എന്ന് ചോദിച്ചാൽ ഹാസ് ബീൻ ക്രൈയിങ് എന്നാ പറയാം അല്ലേ. അപ്പോൾ ഹാസും ബീനും ഒക്കെ എന്താണ്, തീർച്ചയായിട്ടും ഓക്സിലറി വെർബാണ്. ക്രൈയിങ് ആണ് അതിലെ മെയിൻ വെർബ്, ക്രൈ എന്നുള്ളതാണ്, അത് നമുക്കറിയാം. ദ സെക്യൂരിറ്റി സ്റ്റാഫ് സാറ്റ് ആൻഡ് പോണ്ടേർഡ് ദ സിറ്റുവേഷൻ. അപ്പോൾ സാറ്റും പോണ്ടേർഡ് രണ്ട് വാക്കുകൾ അതിൽ വെർബായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ വെർബ്സ് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഒരു പ്രയാസവും ഉള്ള കാര്യമല്ല. ഓക്കെ, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. Now let's discuss number 5, adverb. Adverb or adverbs are modifiers. That means change agents എന്ന് അവർ വിളിക്കുക. ഒരു വെർബിൻ്റെയോ അഡ്ജക്റ്റീവിൻ്റെയോ അതല്ലെങ്കിൽ ആഡ്വേർബിൻ്റെയോ മോഡിഫയേഴ്സ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ചേഞ്ച് ഏജൻസ് ആയിട്ടാണ് ആഡ്വേർബിനെ കണക്കാക്കുന്നത്. ദേ ആൻസർ ദ ക്വസ്റ്റ്യൻസ് വേർ, വൈ, വെൻ, ഹൗ മച്ച് ഓർ ടു വാട്ട് എക്സ്റ്റെൻറ്റ്, ഡിഗ്രി പോലെയുള്ള ക്വസ്റ്റ്യൻസ്. ഏതൊക്കെ ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞത്? എവിടെ, എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ, എത്രമാത്രം, ഏതറ്റം വരെ, എങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഈ അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ചേർത്താണ് അത്തരം ക്രിയാവിശേഷങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും അതിനെ നമ്മൾ ആഡ്വേർബ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരം വാക്കുകൾ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ആഡ്വേർബ്സ് വേർഡ് ലെവലിൽ കൊടുക്കുമ്പോൾ ഐ ആം ലീവിങ് ലേറ്റർ, കണ്ടോ, വേർഡ് ലെവലിൽ നമുക്കത് മനസ്സിലാക്കാം. ഐ ആം ലീവിങ് ലേറ്റർ എന്നുള്ളത്. വെൻ ഐ ആം ലീവിങ്, ഇവിടെയൊക്കെ നമുക്ക് മിക്ക ആളുകൾക്കൊരു സംശയം, ഈ LY ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത്. ബ്യൂട്ടിഫുള്ളി, അതുപോലെ വണ്ടർഫുള്ളി എന്നൊക്കെ പറയുന്ന അത്തരം വാക്കുകൾ. ടു വാട്ട് എക്സ്റ്റെൻറ്റ്. Adjectives can often be changed into the adverb if LY is added to them. Adverbs can be found on all 3 levels. 3 ലെവൽ നമുക്ക് കാണാം. ഇവിടെ ഐ ആം ലീവിങ് ലേറ്റർ എന്ന് പറഞ്ഞിടത്ത് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് പോലെ LY ഇല്ല, പക്ഷേ ലേറ്റർ എന്നാണ്. അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുക. വെൻ ഐ ആം ലീവിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ എന്താണത്? ആഡ്വേർബാണ്. പിന്നീട് ഫ്രേസ് ലെവലിലേക്ക് വരുമ്പോൾ പുട്ട് ദ ബുക്ക് ഓൺ ദ ടേബിൾ. ഈ ഓൺ ദ ടേബിൾ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ വരെ കാണാം, പക്ഷേ ഓൺ ദ ടേബിൾ എന്നുള്ളതിനെ പൊതുവേ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിനെന്താ വിളിക്കുന്നത്? ആഡ്വേർബ് എന്നാണ് വിളിക്കുന്നത്. ആഡ്വേർബാണത്. ഇത് പിന്നീട് നമുക്ക് അപ്പം എന്തില്ല, ഈ LY എന്നുള്ളത് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, പക്ഷേ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് നോക്കുമ്പോൾ അത് ആഡ്വേർബാണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ adverb is a word which is used to add something to the meaning of a verb എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ആ വെർബിൻ്റെ അർത്ഥത്തിനോട് കൂട്ടിച്ചേർക്കുന്ന എന്തെങ്കിലും അതിനകത്തുണ്ടോ അത് നമുക്കതിനകത്ത് ഉപയോഗിക്കാം. പുട്ട് ദ ബുക്ക് ഓൺ ദ ടേബിൾ. ഓക്കെ, പുട്ട് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഭാഗം വരുന്നു. പിന്നെ ക്ലോസ് ലെവലിലേക്ക് ബിക്കോസ് ഷീ ഫെൽറ്റ് സീക്ക്,
ബെൻഫി വെൻറ്റ് ഹോം. വൈ ഡിഡ് ഷീ ഗോ ഹോം? എന്തുകൊണ്ടാണ് ബെൻഫി വീട്ടിലേക്ക് പോയത്? ബിക്കോസ് ഷീ ഫെൽറ്റ് സിക്ക്. അപ്പോൾ അതെന്താണ് അവിടെ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥത്തിന് അത് ആൻസർ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആഡ് വെർബ് എന്നാണ് പറയും. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ അത് ആൻസർ ചെയ്യും? വേർ, വൈ, വെൻ, ഹൗ, ഹൗ മച്ച്, ടു വാട്ട് എക്സ്റ്റെൻറ്റ്, ടു വാട്ട് ഡിഗ്രി പോലെയുള്ള ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുന്ന അത്തരം ഭാഗങ്ങളെയൊക്കെ നമുക്ക് എന്തെന്ന് പറയുന്നത് നമ്മളതിനെ ആഡ് വെർബ് എന്ന് പറയാം. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ മറ്റൊരു എക്സാമ്പിൾ, ആഡ്വേർബ്സ് ക്യാൻ ബി മോഡിഫൈ വെർബ്സ്. അഭിജിത്ത് ഫെൽറ്റ് അസ്ലീപ് ക്വിക്ക്ലി അല്ലേ? ഹൗ ഡിഡ് ഹി ഫോൾ അസ്ലീപ് ക്വിക്ക്ലി? അപ്പോൾ ക്വിക്ക്ലി എന്നുള്ളത് എൽ വൈ കണ്ടുപിടിക്കുന്ന ഒരുപാട് ബിരുദന്മാരുണ്ട്. എൽ വൈ വന്നോ, അതെന്താണ് ആഡ്വേർബ്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പുള്ള സെൻറ്റൻസുകളിൽ ലേറ്റർ ഒന്നും നമുക്ക് ആഡ്വേർബ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മളതിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ തരംതിരിക്കാനായിട്ട്. ഓക്കെ. Number 6, conjunction. Conjunctions are words that connect words, phrases and clauses. In the conjunction, conjunction is a word which is used to connect or join words or sentences. വാക്കുകളോ അതല്ലെങ്കിൽ ഫ്രേസുകളോ ക്ലോസസുകളോ ഒക്കെ പരസ്പരം ജോയിൻ ചെയ്യാൻ, കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ കൺജങ്ഷൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ? There are 3 groups of conjunctions. ഏതാ? coordinating conjunction, subordinating conjunctions and correlative conjunction. Although conjunctions are in themselves basically word level, correlatives are made up of more than one word. They can create phrases, clauses and different patterns of sentences. Conjunctions may be small, yet they play a critical role in one's understanding of grammatical analysis. ഇതിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ എന്തിന്? ഒരേപോലെയുള്ള കാര്യങ്ങളെയാണ് അത് യോജിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനുപയോഗിക്കുന്ന വാക്കുകൾ ഏതാണ്? ആൻഡ്, ബട്ട്, ഓർ, നോർ, ഫോർ, യെറ്റ് ഇതുപോലെയുള്ള വാക്കുകളൊക്കെ അതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണെങ്കിലോ ദേ ലിങ്ക് വാട്ട് തിങ്സ് ഓഫ് അൺഈക്വൽ റാങ്കിലുള്ള കാര്യങ്ങളെയാണ് അത് ലിങ്ക് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. സം ഓഫ് ദ മോസ്റ്റ് കോമൺ സബോർഡിനേറ്റ് കൺജങ്ഷൻസ് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുന്നത് വെൻ, വൈൽ, വേർ, ദോ, ഇഫ്, അൺലെസ് എന്ന മറ്റൊരു വാക്ക്, ടിൽ, ആഫ്റ്റർ, ബിഫോർ, ദാറ്റ് പോലെയുള്ള കൺജങ്ഷൻസ്. ഇതെന്താണ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഓക്കെ. അതൊക്കെ സെൻറ്റൻസിൽ പ്രയോഗിച്ചുകൊണ്ടുള്ള എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, നിങ്ങളത് വായിക്കണം കേട്ടോ. സോ കോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ വരുമ്പോൾ രാം ആൻഡ് റഹീം വെൻറ്റ് എവിടേക്കാ? ക്യാമ്പിങ്ങിന് പോയി എന്നാണ് പറയുന്നത് അല്ലേ? റാം ആൻഡ് റഹീം വെൻറ്റ് ക്യാമ്പിങ്. അവിടെ ആൻഡ് എന്നുള്ളത് എന്താണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ദ സ്ക്യൂറൽ റാൻ അപ്പ് ദ ട്രീ ബട്ട് ഐ സ്റ്റിൽ ഗോട്ട് എ പിക്ചർ ഓഫ് ഇറ്റ്. കണ്ടോ? എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള പ്രയാസമുണ്ടോ? ഇല്ല, ബട്ട് ആണ് ഇവിടെ അല്ലേ? ദെൻ പിന്നീട് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കുന്ന വേറൊന്ന്, വൈൽ ദേ വർ പുട്ടിങ് അപ്പ് ദ ക്രിസ്മസ് ട്രീ ദ ഡോഗ് നോക്ക്ഡ് ഇറ്റ് ഓവർ. ഏതാ ഇതിനകത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ? വൈലാണ് അല്ലേ? അപ്പോൾ ആ വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം, അത് പ്രയോഗിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. കോറിലേറ്റീവ് കൺജങ്ഷൻ, നൈദർ ദ കോച്ച് നോർ ദ പ്ലേയേഴ്സ് ന്യൂ വാട്ട് ഹാഡ് കോസ്ഡ് ദ ലോസ്. അപ്പോൾ നൈദർ നോർ എന്നുള്ളത് നമുക്ക് കോറിലേറ്റീവ് കൺജങ്ഷൻ ആയിട്ട് പറയാം. Now let's discuss the term preposition. In many ways, prepositions are what hold the English language together and what give second language speakers fits. Out of the 25 most frequently used words in English, 9 of them are prepositions of holds the number 2 spot behind the. Prepositions show relationship between words. This part of speech can be labeled on 2 levels, word and phrase. Prepositional phrase, preposition plus modifiers plus object. Prepositional phrases function in a sentence as phrase level adjectives and adverbs. If a preposition has no object, it becomes an adverb. In fact, many English verbs are made up of a main verb preposition that has become an adverb. For example, look up, sit down, turn around. Examples of preposition phrases: between you and me, I am not astonished. Put your dirty trousers in the laundry basket. One of the children is late for the party. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ടത് പറഞ്ഞതാണ്. എന്താണ് പ്രപ്പോസിഷൻ ചോദിച്ചാൽ എങ്ങനെ സിമ്പിളായിട്ട് പറയും നമ്മൾ? പ്രപ്പോസിഷൻ ഇസ് എ വേർഡ്. It is used to show how the person or thing denoted by the noun or pronoun relation to something else. അതായത് പ്രപ്പോസിഷൻ
ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് എന്നാണ് പറഞ്ഞത്. അത് ഏതൊക്കെ വാക്കുകളാവാം? ഒരു നൗണ് പ്രോനൗണുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നതാവാം, അതല്ലെങ്കിൽ ഒരു പ്രോനൗണ് മറ്റൊരു പ്രോനൗണുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നതാവാം, അതല്ലെങ്കിൽ ഒരു നൗണ് മറ്റൊരു നൗണുമായിട്ടുള്ള ബന്ധം. ഇങ്ങനെ ഹൗ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ്, അതിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓണും, അറ്റ്, ഇൻ പോലെയുള്ള വാക്കുകളൊക്കെ നമ്മൾ അതിനകത്ത് പറയാം. സോ വാട്ട്സ് ഇറ്റ്? എ വേർഡ്, it is used with a noun or pronoun to show how the person or thing denoted by the noun or pronoun stands in relation to something else. ചുരുക്കി പറഞ്ഞാൽ പ്രപ്പോസിഷൻ ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, അപ്പോൾ അത്തരം പ്രപ്പോസിഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചെടുക്കണം. അതിന് എക്സാമ്പിൾസ് ഒക്കെ നമുക്കറിയാമല്ലോ. പ്രപ്പോസിഷനും ഫ്രൈസസ് വരുന്നത് ഒക്കെ നമുക്ക് അറിയാം. ബിറ്റ്വീൻ യു ആൻഡ് മീ, ഐ ആം നോട്ട് എസ്റ്റോണിഷ്ഡ്. അപ്പോൾ ഇതിലൊക്കെ പ്രപ്പോസിഷണൽ ഫ്രേസസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, പുട്ട് യുവർ ഡേർട്ടി ട്രൗസേഴ്സ് ഇൻ ലോണ്ട്രി ബാസ്ക്കറ്റ്. അപ്പോൾ പുട്ടിൻ എന്നുള്ള ഒരു ഭാഗം വന്നു, അതുപോലെ തന്നെ ബിറ്റ്വീൻ ഒരു ഭാഗം, അതുപോലെ ഇങ്ങനെ അറ്റ്, ഓൺ, ഓഫ് പോലെയുള്ള പ്രപ്പോസിഷൻ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. പരിചയിച്ചാൽ മാത്രം പോരാ, നിങ്ങളെല്ലാവരും ഓൾ ഓഫ് യു റിക്വസ്റ്റ് ടു മേക്ക് യുവർ ഓൺ സെൻറ്റൻസസ്. ഓരോന്നിനും ഒരു 5 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, now let's discuss interjection. Interjections are words or short phrases that are used alone to express strong emotion. They are usually followed by an exclamation point. Interjection നമുക്ക് എപ്പോഴും എക്സ്ക്ലമേറ്ററി മാർക്ക് കൊണ്ട് സൂചിപ്പിക്കുന്ന അത്തരം വാക്കുകളാണ് interjections. A word which is used to express a sudden feeling or a strong emotion, അതിനെ കാണിക്കുന്നതാണ് interjection എന്ന് പറയുന്നത്. Examples: hey, oh boy, congratulations. ഇതിലേക്ക് അവസാനം എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടല്ലോ. Detailed analysis of these units will be included in the next section. അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഉണ്ട് എന്ന് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, ഇൻ്റർജെക്ഷൻ വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോന്നും അതിൻ്റെ എക്സാമ്പിൾസ് എങ്ങനെയാണോ തന്നിട്ടുള്ളത് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം. പ്രപ്പോസിഷൻസിൽ അപ്പോൾ നമ്മൾ പ്രപ്പോസിഷൻ്റെ കേസ് പറഞ്ഞപ്പോൾ അതിനകത്ത് പല പ്രപ്പോസിഷൻസ് വരുന്നുണ്ട്. ആൻഡ്, ആഫ്റ്റർ, ബിഹൈൻഡ്, അതുപോലെ പാസ്റ്റ്, അറൗണ്ട്, സിൻസ് പോലെയുള്ള ഒരുപാട് പ്രപ്പോസിഷൻ. ഇങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത പദങ്ങളുണ്ട്. ഇപ്പോൾ ഇൻ്റർജെക്ഷൻ പറയുമ്പോഴോ നമുക്ക് സങ്കടം കാണിക്കാൻ ഒരു വേർഡുണ്ട്, അലാസ് എന്ന വാക്ക് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷം കാണിക്കാൻ ഹുറ എന്ന് പറയുന്ന വാക്ക്. ഈ വേർഡൊക്കെ നമുക്ക് ഇൻ്റർജെക്ഷൻ വേർഡ്സ് ആണ്. ഇങ്ങനെ ഉള്ള വാക്കുകളൊക്കെ പ്രത്യേകം എടുത്ത് പഠിച്ച് അതിനെയൊക്കെ സെൻറ്റൻസുകളിൽ നിങ്ങൾ എഴുതി വെച്ച് അതിനെ എഴുതി സമർത്ഥിക്കാൻ കൂടെ നിങ്ങൾക്ക് കഴിയണം. Okay, so hope you have understood this topic clearly.